ഫുട്ബോളിന്റെ ആവേശത്തിനപ്പുറം രാഷ്ട്രീയവും വികാരങ്ങളും നിറഞ്ഞ മത്സരമായിരുന്നു ഇറാൻ ന്യൂസിലാൻഡ് പോരാട്ടം. US-ഇറാൻ താൽക്കാലിക സമാധാന കരാർ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്കകം നടന്ന മത്സരമായതിനാൽ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കായിരുന്നു. 70,000-ലേറെ ആരാധകർ എത്തിയ സ്റ്റേഡിയത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പ്രതിഫലനം വ്യക്തമായി കാണാമായിരുന്നു. ഇറാന്റെ ദേശീയഗാനം ആലപിച്ചപ്പോൾ ഒരു വിഭാഗം കാണികൾ അതിനെ കൂകി വിളിച്ചും വിസിലടിച്ചുമാണ് എതിരേറ്റത്. റാമിൻ റസയാൻ ഇറാന്റെ ആദ്യ ഗോൾ നേടിയപ്പോൾ ഒരു കൂട്ടർ അതിനെ കൂവലുകൾ കൊണ്ടാണ് നേരിട്ടത്. കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലും കളിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഇറാന് സാധിച്ചു എന്നതാണ് സത്യം. 2 തവണ പിന്നിലായ ശേഷമാണ് ന്യൂസിലാൻഡിനെതിരെ 2-2 എന്ന സമനില പിടിച്ചെടുത്തത്. രാഷ്ട്രീയ പതാകകൾക്കും ചിഹ്നങ്ങൾക്കും ഫിഫയുടെ വിലക്കുണ്ടെങ്കിലും വിപ്ലവത്തിന് മുൻപുള്ള ഇറാന്റെ പതാകകളേന്തി പലരും എത്തിയത് സ്റ്റേഡിയത്തിൽ കാണാമായിരുന്നു. ഫുട്ബോൾ കേവലം ഒരു കായിക വിനോദം മാത്രമല്ല, മറിച്ച് അത് ആഗോള രാഷ്ട്രീയത്തിന്റെയും മാനുഷിക വികാരങ്ങളുടെയും ഒരു പ്രതിഫലന വേദി കൂടിയാണെന്ന് അടിവരയിടുന്നതായിരുന്നു ഈ ഇറാൻ ന്യൂസിലാൻഡ് പോരാട്ടം. അന്താരാഷ്ട്ര തലത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ സ്റ്റേഡിയത്തിലെ ഗാലറികളിലേക്ക് പടർന്നപ്പോഴും കളിയിലെ ആവേശം ചോർന്നു പോയില്ല എന്നതാണ് ശ്രദ്ധേയം.